ഹായ് ഫ്രണ്ട്സ്, ഒരു NPTEL കോഴ്സിന് എങ്ങനെ എൻറോൾ ചെയ്യാം, അതുപോലെ തന്നെ ഒരു മെൻറ്ററെ എങ്ങനെ സെലക്ട് ചെയ്യാം, ഒരു മെൻറ്റിനെ എങ്ങനെ മെൻറ്റീസിനെ നമുക്ക് എങ്ങനെ കാണാം, എക്സാമിന് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ NPTEL കോഴ്സ് എന്താണെന്നും ആരാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, IITs പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസാണ്, മൂക്ക് കോഴ്സസാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കേൾക്കാം. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ആദ്യം നമ്മൾ ലോക്കൽ ചാപ്റ്റർ, കോളേജിലെ ലോക്കൽ ചാപ്റ്റർ ഏതാണെന്നുള്ളത് നമ്മൾ പരിചയപ്പെടുന്നു. അത് കഴിഞ്ഞ ശേഷം ഒരു കോഴ്സിന് എങ്ങനെ എൻറോൾ ചെയ്യാമെന്നുള്ളത് നമ്മൾ പറയുന്നു. അത് കഴിഞ്ഞ ശേഷം മെൻറ്റേഴ്സിനെ, ഒരു മെൻറ്റർ എങ്ങനെ സെലക്ട് ചെയ്യാം, ഈ സെലക്ട് ചെയ്ത മെൻറ്റീസിന് നമുക്ക് ഒരു മെൻറ്റർക്ക് എങ്ങനെ കാണാൻ കഴിയും, അതേപോലെ തന്നെ എക്സാം രജിസ്ട്രേഷൻ എങ്ങനെയാണ്, ഈ നിലവിലുള്ള കോഴ്സിൻ്റെ ടൈം ലൈൻസ് എന്തൊക്കെയാണ്, ഈ സെമസ്റ്ററിൻ്റെ അങ്ങനത്തെ കാര്യങ്ങൾ 2 സെമസ്റ്ററായിട്ടാണ് നടക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ലോക്കൽ ചാപ്റ്റർ പരിചയപ്പെടാം. നമ്മൾ കോളേജിൻ്റെ ലോക്കൽ ചാപ്റ്റർ നെയിം നോബിൾ വുമൻസ് കോളേജ് മഞ്ചേരി എന്നാണ്. ID 6167 അതുപോലെ തന്നെ എല്ലാ കോളേജിനും എന്തുണ്ടാവും, ഒരു സ്പോക്ക് ഉണ്ടായിരിക്കും, സിംഗിൾ പോയിൻ്റ് ഓഫ് കോൺടാക്റ്റ്, നോഡൽ ഓഫീസർ. അവരോടാണ് നമ്മളിതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ലോക്കൽ ചാപ്റ്റർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോഴ്സിന് എൻറോൾ ചെയ്യുന്ന സമയത്ത് കോളേജിൽ ലോക്കൽ ചാപ്റ്റർ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ യെസ് കൊടുത്തതിന് ശേഷം നമ്മളവിടെ എന്ത് ചെയ്യുക, അടുത്തത് കോളേജ് സെലക്ട് ചെയ്യാനാണ് വരിക. സ്റ്റേറ്റ് കഴിഞ്ഞതിന് ശേഷം കോളേജ് സെലക്ട് ചെയ്യാൻ. അപ്പോൾ അതിൽ നോബിൾ വുമൻസ് കോളേജ് മഞ്ചേരി, മലപ്പുറം, കേരള ആ ഇത് കൊടുക്കണം. ബ്രാക്കറ്റിൽ 61 67 ID ഉണ്ടാവും. നോബിൾ എന്നുള്ള പേരിൽ വേറെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ ശേഷം ഒരു കോഴ്സിന് നമുക്ക് എങ്ങനെ എൻറോൾ ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് 2 മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സിന് എൻറോൾ ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് വെബ്സൈറ്റാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്, ലിങ്ക്. അത് ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഈ സൈഡിൽ കൊടുത്ത സ്ക്രീൻഷോട്ട് പോലെ ആയിരിക്കും കാണിക്കാം. പിന്നെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ആപ്പിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. മൊബൈൽ ആപ്പിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ സ്വയം NPTEL കോഴ്സസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐക്കണോട് കൂടി എന്ത് ചെയ്യും, ഒരു ആപ്പ് അതിൽ വരും. അപ്പോൾ അത് എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊരു വെബ്സൈറ്റിലൂടെ എങ്ങനെ നമ്മളൊരു കോഴ്സിനെ എൻറോൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു, ഇതിന് മുമ്പ് ഒരു ലിങ്ക് നമ്മൾ കാണിച്ചു തന്നു. ആ ലിങ്ക് അല്ലെങ്കിൽ സ്വയം NPTEL കോഴ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് വരും. അതിൽ കയറുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഫസ്റ്റ് വരിക. ഓക്കെ, അതിൽ ഈ മുകളിൽ കണ്ടില്ലേ, റൈറ്റ് ടോപ്പ് കോർണറിൽ ഒരു ഓറഞ്ച് കളറിൽ സൈൻ ഇൻ ഓർ രജിസ്റ്റർ എന്നില്ലേ, ആ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മളിതിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നതോട് കൂടി സിസ്റ്റത്തിലാണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ വരും. ഇതിൽ നമ്മൾ ലോഗിനാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ ഓപ്ഷനിൽ എന്ത് ചെയ്യുക, ഗൂഗിളിൻ്റെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൽ ഓൾറെഡി നമ്മളെ പ്രൈമറി മെയിൽ ID എന്ന് വേണം രജിസ്റ്റർ ചെയ്യാൻ കേട്ടോ. നമ്മളെ മെയിനായിട്ടുള്ള മെയിൽ ID, ആ മെയിൽ ID ലോഗിൻ ആണെങ്കിൽ, മെയിലൊക്കെ നമ്മൾ തുറന്ന് സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ ഈ ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ലിസ്റ്റാണ് വരിക. ആ ലിസ്റ്റിൽ നിന്ന് നമ്മൾ മെയിൽ ID ഏതാണെന്ന് വെച്ചെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ മെയിൽ ID അവിടെ കൊടുത്ത് നമ്മൾ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇതിലോട്ട് എന്ത് ചെയ്യും, ലോഗിൻ ചെയ്യും. ഇവിടെ നമ്മൾ മെയിൽ ID സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ പേജ് വരും. അപ്പോൾ സൈൻ ഇൻ ഇല്ല, അവിടെ നമ്മൾ മെയിൽ ID അവിടെ കാണിക്കും. ആ മെയിൽ IDയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈ പ്രൊഫൈൽ, മൈ കോഴ്സസ്, മൈ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയാം. നമ്മൾ സർട്ടിഫിക്കറ്റ് കോഴ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലായിരിക്കും വരിക. ഈ മൈ സർട്ടിഫിക്കറ്റിൽ പോയാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മൈ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ പ്രൊഫൈലൊക്കെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഡീഫോൾട്ടായിട്ട് ഒന്നും ചോദിക്കില്ല, നമ്മൾ മെയിൽ IDയിലെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് പോവുകയാണ് ചെയ്യുക. പിന്നീട് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വരും. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മുകളിൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ മെയിൽ IDൻ്റെ തൊട്ടിപ്പുറത്ത് കണ്ടില്ലേ, ആൾ കോഴ്സസ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരിക. അതിലൊന്നുകിൽ നമുക്ക് കോഴ്സിൻ്റെ പേര് അറിയാമെങ്കിൽ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആ കോഴ്സിൻ്റെ പേര് കൊടുത്തിട്ട് നമുക്ക് നേരെ സെർച്ച് ചെയ്ത് പോവാം. അല്ലെങ്കിൽ കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് സബ് കാറ്റഗറി സെലക്ട് ചെയ്ത് അങ്ങനെ പോവാം. ഞാനിവിടെ എന്ത് ചെയ്തു, കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യും, മാത്സ്, സയൻസ്, മാനേജ്മെൻറ്റ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ആർട്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ വരികയാണെന്ന് വെച്ചെങ്കിൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്നുള്ളതിൻ്റെ അണ്ടറിലാണ് വരിക. അപ്പോൾ ഓരോന്നും എടുത്ത് നോക്കാം. അപ്പോൾ ഞാനവിടെ എന്ത് ചെയ്യും, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എടുത്തു. അത് കഴിഞ്ഞ ശേഷം സബ് കാറ്റഗറിയിൽ ഞാൻ എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കൊടുത്ത് ഓൾ ഡ്യൂറേഷൻ ഓൾ കൊടുത്തു, സ്റ്റാറ്റസ് ഓൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിലുള്ള കോഴ്സുകൾ ഇവിടെ കാണിക്കും. അപ്പം ഇതിലെന്ത് ചെയ്യാം, ഈ കോഴ്സിൽ ഓരോ കോഴ്സിനെയും കണ്ടില്ലേ, വ്യൂ മോർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, പൈത്തൺ ഫോർ ഡാറ്റ സയൻസ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അതിനെക്കുറിച്ച് ഡ്യൂറേഷന്, എത്ര ക്രെഡിറ്റ് ആണ്, എന്നാണ് എക്സാം, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ആരാണിത് ക്ലാസ് എടുക്കുന്നത്. ഇത് AIC അപ്രൂവ്ഡ് FTP കോഴ്സസ് കൂടിയാണ് ഈ പൈത്തൺ ഫോർ ഡാറ്റ സയൻസ്. അപ്പോൾ ചില കോഴ്സസ് അങ്ങനെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
ഇനി നമുക്ക് ഈ കോഴ്സിന് എൻറോൾ ചെയ്യാനാണെന്നുവെച്ചെങ്കിൽ നമ്മൾ പൈത്തൺ ഫോർ ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ ആ കോഴ്സിൻ്റെ പേരുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതൊരു ലിങ്കാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പേജിലോട്ടെത്തും. അപ്പോൾ ഈ കോഴ്സിന് കണ്ടോ 28,932 ആളുകൾ ഓൾറെഡി ഈ കോഴ്സിന് എൻറോൾ ചെയ്തു. അതിൽ 700 പേരുകൾ ഓൾറെഡി എക്സാമിന് രജിസ്റ്റർ ചെയ്തു. ഇതൊക്കെ നിങ്ങൾ കയറി നോക്കുമ്പോൾ ഒക്കെ ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള കോഴ്സിൻ്റെ വീഡിയോ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, നമുക്കതിൽ നോക്കാം. പിന്നെ അതിൻ്റെ പുറത്ത് കാണിക്കുന്നത് എത്ര വീക്കിൻ്റെ കോഴ്സാണ്, ഇതിൻ്റെ ക്രെഡിറ്റ് എന്താണ്, ഇതിൻ്റെ താഴോട്ട് സമ്മറിയിൽ ഒരുപാട് പറയുന്നുണ്ടാവും. അപ്പോൾ സമ്മറിയിൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ എൻ്റെ കോഴ്സിൻ്റെ ഔട്ട്ലൈൻ ഉണ്ട്. ഫസ്റ്റ് വീക്കിൽ എന്താണ് എടുക്കുക, സെക്കൻഡ് വീക്കിൽ എന്താണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറയും. എങ്ങനെ ഏറ്റവും താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് ഇത് ക്ലാസ് എടുക്കുന്നത്, ഇത് IIT-ത്തെ ഒരു പ്രൊഫസറാണ്, IIT മദ്രാസിലെ പ്രൊഫസറാണ് ഈ ക്ലാസ് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ സർട്ടിഫിക്കറ്റിൻ്റെ ക്രൈറ്റീരിയാസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കോഴ്സിന് എൻറോൾ ചെയ്യാൻ നമ്മൾ ടോപ്പിൽ പോയിട്ട് ലെഫ്റ്റിൽ ജോയിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഈ പേജിലോട്ടാണ് വരിക. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, പേര് കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുക. നമ്മൾ ഇതിന്നായിരിക്കും നമ്മൾ സർട്ടിഫിക്കറ്റിക്ക് പേര് വരിക കേട്ടോ. പേര് കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക. സ്റ്റുഡൻസ് ആണെച്ചെങ്കിൽ അവിടെ എന്താ പ്രൊഫഷൻ എന്നുള്ളിടത്ത് സ്റ്റുഡൻറ്റ് സെലക്ട് ചെയ്യുക. ഫാക്കൽറ്റീസ് ടീച്ചേഴ്സ് ആണെച്ചെങ്കിൽ അവിടെ ഫാക്കൽറ്റി എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബാക്കിയൊക്കെ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് പോവുക. ഇപ്പോൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണെച്ചെങ്കിൽ പ്രീ യൂണിവേഴ്സിറ്റിന്നോ അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്തിട്ട് അങ്ങനെ പോവാം. PG കാരാണെച്ചെങ്കിൽ ഡിഗ്രീൻ്റെ ഇത് വെച്ചിട്ട് അങ്ങനെ മുന്നോട്ട് പോവാം. എന്നിട്ട് എന്ത് ചെയ്യാം, പിന്നെ താഴെ അവിടെ കണ്ടില്ലേ അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്, ആ ഓപ്ഷനിൽ ഐ ഹാവ് ABC ID ഓർ അപ്പാർ ID എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ നമ്മൾ ABC ID എൻട്രി ചെയ്യാൻ വരും. അത് ശരിക്കും ശ്രദ്ധിച്ച് എൻട്രി ചെയ്യണം. അവിടെ ഒരു വെരിഫിക്കേഷനൊന്നും അവിടെ നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ID കറക്റ്റായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ക്രെഡിറ്റൊക്കെ നമ്മൾ ഈ ABC അക്കൗണ്ടിലോട്ട് വരണമെങ്കിൽ ഇതുവഴിയാണ് ക്രെഡിറ്റ് വരിക. അപ്പോൾ ഈ ID എന്തായാലും നമ്മളവിടെ കൊടുക്കണം, കൊടുക്കാതെ പോകരുത്. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ താഴെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ കണ്ടില്ലേ സ്വയം ലോക്കൽ ചാപ്റ്റർ, അവിടെ നമ്മൾ യെസ് കൊടുക്കുക. എന്നിട്ട് സ്റ്റേറ്റ് നമ്മൾ കേരള സെലക്ട് ചെയ്ത് അതിൻ്റെ താഴെ കോളേജിൻ്റെ നെയിം കണ്ടോ, നോബൽ വുമൻസ് കോളേജ് മഞ്ചേരി, മലപ്പുറം, കേരള, ബ്രാക്കറ്റിൽ കണ്ടോ 61 67, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മൾ ലോക്കൽ ചാപ്റ്റർ. പിന്നെ ബാക്കി സയൻസ് സബ്ജക്റ്റ് നമ്മൾ സയൻസ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആണ്, നമ്മൾ ഏതാണ് സ്ട്രീം എന്നുള്ള രൂപത്തിലാണ്. ഇവിടെ 2 ടിക്കും ചെക്ക് ബോക്സ് ടിക്ക് ഇട്ടതിന് ശേഷം അപ്ഡേറ്റ് പ്രൊഫൈൽ ആൻഡ് ജോയിൻ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കോഴ്സ് നമ്മൾ എൻറോൾ ചെയ്ത് ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിൻ്റെ രജിസ്ട്രേഷൻ്റെ ഭാഗങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് നമുക്ക് ചെയ്താലും മതി. ഇപ്പോൾ ഈ ഡേറ്റിൻ്റെ എക്സാം ഡേറ്റ് അവിടെ കാണിക്കുന്നതിൻ്റെ ഇതിൻ്റെ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ്റെ ഓഗസ്റ്റിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ അതിൽ കാണിക്കും, ഔട്ട്ലൈന് കാണിക്കും. അപ്പോൾ അതിൽ എന്ത് ചെയ്യാം, നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കോഴ്സ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, എൻറോൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കോഴ്സിന് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മെൻറ്ററെ നമുക്ക് സെലക്ട് ചെയ്യാം. മെൻറ്ററെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ സുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെൻറ്റർക്ക് നമ്മളെ മെൻറ്റീസിനെ കാണാൻ കഴിയും. നമ്മളെ കോളേജിലത്തെ ടീച്ചേഴ്സ് തന്നെയാണ് മെൻറ്ററായിട്ട് ഇതിലുള്ളത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരെ അണ്ടറിലുള്ള മെൻറ്റീസിനെ കാണാൻ പറ്റും. അപ്പോൾ ഓരോ സമയങ്ങളിലും അസൈൻമെൻറ്റ് ഡേറ്റ് മറന്നു പോവുകയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ മെൻറ്റർക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ കഴിയും. സബ്മിറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്കൊരു ഗൈഡ് ലൈന് തരാൻ പറ്റും ക്ലാസ്സിനെ കാര്യങ്ങളെക്കുറിച്ച്. നിങ്ങൾക്ക് വരുന്ന അതേപോലെ അവർക്കും അതിൻ്റെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ അതുകൊണ്ട് മെൻറ്റർ നമ്മൾ എന്തായാലും സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കോഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ടീച്ചേഴ്സും ഓരോ കോഴ്സസ് എടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത്. ആ കോഴ്സസ് ഏതാ നോക്കിയിട്ട് അതിനെ എൻറോൾ ചെയ്യുക, മെൻറ്ററെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ മെൻറ്റർ സെലക്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല മുകളിൽ മെയിൽ ID ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യാം, മൈ കോഴ്സസ് എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ പോവുക. മൈ കോഴ്സസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എൻറോൾ ചെയ്ത കോഴ്സസ് അവിടെ കാണിക്കും. ഇപ്പോൾ പൈത്തൺ ഫോർ ഡാറ്റ സയൻസ് ഇല്ലേ, അപ്പോൾ അതിൽ കണ്ടോ താഴെ ഗോ ടു കോഴ്സസ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ ഒരു പേജിലോട്ടാണ് പോവുക. കണ്ടോ അതിൽ മുകളിൽ മെന്യൂസിൽ കണ്ടോ മെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു മെനു ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. അതിൽ നമ്മൾ ആ കോഴ്സ് ചെയ്ത് നമ്മൾ കോളേജിലെ ഡീറ്റെയിൽസ്, അപ്പോൾ ആ ടീച്ചറുടെ പേര് അവിടെ ഉണ്ടാകും. ആ പേര് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അതിൻ്റെ സൈഡിലെ സെറ്റ് മെൻറ്റർ എന്നുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, മെൻറ്റർ നമ്മൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, മെൻറ്റർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മെൻറ്റർക്ക് എങ്ങനെ മെൻറ്റീസിനെ കാണാമെന്നുള്ളതാണ്. സെയിം അതുപോലെ തന്നെ എന്ത് ചെയ്യുക, മെൻറ്ററും ഈ കോഴ്സ് ചെയ്യണം എന്നുള്ളതാണ്, എൻറോൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ മെൻറ്റർ
എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് മൈ കോഴ്സസിൽ പോയിട്ട് ഗോ ടു കോഴ്സസിൽ ക്ലിക്ക് ചെയ്യാം. അതിലാണല്ലോ അതിൽ ഈ മെൻറ്റർ എന്നുള്ള ബട്ടൻ്റെ മെനുവിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടോ മെൻറ്റീസ് ലിസ്റ്റ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അണ്ടറിൽ ഇല്ല മെൻറ്റീസിനെ കാണാൻ കഴിയും. കണ്ടോ എൻ്റെ അണ്ടറിലുള്ള മെൻറ്റീസാണ് ഈ കാണുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, പുറത്ത് കണ്ടോ വീക്ക് 1 അസൈൻമെൻറ്റ്, വീക്ക് 1 പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ്, അങ്ങനെ ഓരോന്നും. അപ്പോൾ അതിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊക്കെ എന്തുണ്ടാവും, ടിക്ക് വരും. ഇല്ലെങ്കിൽ ആ സ്റ്റുഡൻസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയിക്കാനും പറ്റും. സ്റ്റുഡൻസിന് എന്ത് ചെയ്യും, മെൻറ്റർക്ക് അറിയിക്കാൻ കഴിയും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി ഒരു എക്സാമിന് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എക്സാമിന് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ വരുന്ന ഈ പേജ് ഉണ്ടല്ലോ, ആ പേജിൽ താഴെ ഉണ്ടായിരിക്കും എക്സാമിന് രജിസ്റ്റർ ചെയ്യാം. ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ പേജിലോട്ടാണ് പോവുക. അവിടെ ചെല്ലുമ്പോൾ കണ്ടില്ല ഗോ ടു പേഴ്സണൽ ഇൻഫോ, ആ പേഴ്സണൽ ഇൻഫോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മളെ പേരും കാര്യങ്ങളും സ്പെല്ലിങ് തെറ്റില്ലാതെ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കൺട്രി കൊടുക്കുക, സ്റ്റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക അവിടെ കൊടുക്കുക. ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം ഏറ്റവും താഴെ എന്തുണ്ടാവും, നമ്മളൊരു ഫോട്ടോയും സിഗ്നേച്ചറും നമ്മളെ ID പ്രൂഫും അപ്ലോഡ് ചെയ്യാനുണ്ടാവും. അപ്പോൾ ഫോട്ടോ അതേപോലെ തന്നെ സൈനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക JPG ഫോർമാറ്റിൽ നമ്മൾ എടുക്കുക. ഈ പറയുന്ന സൈസിലൊക്കെ എന്ത് ചെയ്യുക സെറ്റ് ചെയ്യുക. സൈനൊരു വൈറ്റ് A4 സൈൻ ഇട്ടിട്ട് അത് എന്ത് ചെയ്താൽ മതി, ഇമേജ് എടുത്ത് ക്രോപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി. ID നമ്മൾ എന്ത് ചെയ്യുക ആധാർ കൊടുക്കുക, അത് PDF ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം താഴെ എന്തുണ്ടാവും, സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്താനുള്ള വിൻഡോ ആണ് വരിക. ഓക്കെ, അപ്പോൾ അത് രൂപത്തിൽ എന്ത് ചെയ്യുക പേയ്മെൻറ്റ് നടക്കുക. കോഴ്സ് ഫ്രീ ആണ്, എക്സാമിന് മാത്രം എന്താവുള്ളൂ ഫീ വരുള്ളൂ, 1000 രൂപ ഫീ വരുന്നുള്ളൂ. വളരെ കുറഞ്ഞൊരു റേറ്റാണ്. ഓക്കെ, അത് ചെയ്യാം. ഇതാണ് നമ്മൾ നിലവിലെ ടൈം ലൈൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ 2 സെമസ്റ്ററായിട്ടാണ് കോഴ്സ് നടക്കുക. ജനുവരി ടു ഏപ്രിലും ജൂലൈ ടു ഡിസംബർ. ഇപ്പോൾ ജൂലൈ ടു ഡിസംബറിലാണ്. അതിൽ ഓരോ കോഴ്സിൻ്റെയും ഒരു സെമസ്റ്ററിൽ 2 സെറ്റ് കോഴ്സസ് ഉണ്ടാവും, സെറ്റ് 1ഉം സെറ്റ് 2. ഇപ്പോൾ കണ്ടില്ല ലാസ്റ്റിൽ 4 വീക്ക് 2, 8 വീക്ക് 2 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടില്ലേ. അപ്പോൾ സെറ്റ് 2 ആണ്. അതിൻ്റെ എൻറോൾമെൻറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 18 കഴിയുള്ളൂ. ഓക്കെ, അത് കഴിയുള്ളൂ. അപ്പോൾ അതിൽ എന്തില്ല 12 വീക്കിൻ്റെ കോഴ്സസ് ഉണ്ടാവില്ല. അപ്പോൾ സെറ്റ് 1ൽ തന്നെ നമ്മൾ ചെയ്യാം, സെറ്റ് 2ൽ പിന്നെ അത് കഴിഞ്ഞ ശേഷം ചെയ്താൽ മതി. അതേ ടൈം എത്ര കോഴ്സ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മളെ നിലവിലെ ടൈം ലൈൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും കോഴ്സിന് എന്തായാലും എൻറോൾ ചെയ്യണം. അപ്പോൾ 28 ലാസ്റ്റ് ഡേറ്റ്. എൻ്റെ ഡേറ്റ് എക്സാമിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ കണ്ടില്ല 4 വീക്കിൻ്റെ കോഴ്സിൻ്റെ എൻറോൾമെൻറ്റ് 28 ആണെങ്കിലും എക്സാമിൻ്റെ ക്ലോസിങ് എക്സാം രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 11 എൻഡ് ആവുള്ളൂ. അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, എക്സാമിന് രജിസ്റ്റർ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, എൻറോൾ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.